അന്നത്തെ മഴക്കാറ്റിൽ ഓമമരം വീണ് കുറേ ഓമയ്ക്ക കിട്ടിയെന്ന് പറഞ്ഞില്ലേ, കുറേ എടുത്തൊക്കെ എല്ലാവർക്കും കൊടുത്തെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. കുറച്ചെടുത്ത് തോരൻ വെച്ചു, പിന്നെ കുറേ എടുത്ത് മെഴുക്കുവരട്ടി വെച്ചു കേട്ടോ. പല രീതിയിലുള്ള മെഴുക്കുവരട്ടിയാണ്. പച്ചമുളക് കീറിയിട്ട് വെച്ചു, പിന്നെ കാന്താരി ചതച്ചിട്ട് വെച്ചു, പിന്നെ വറ്റൽമുളക് ഇടിച്ച് വെച്ചു, പിന്നെ വറ്റൽമുളക് കീറിയിട്ട് വെച്ചു. അങ്ങനെ കുറേ മെഴുക്കുവരട്ടി വെച്ചു. എന്നിട്ടു ഓമയ്ക്കാക്കി എണ്ണത്തിൽ ഒരു കുറവുമില്ല. എന്നിട്ട് നമ്മൾ പലതരത്തിൽ വൻപയറിട്ട് എരിശ്ശേരി വെച്ചു, ചെറുപയറിട്ട് എരിശ്ശേരി വെച്ചു, പിന്നെ പരിപ്പ് ഇട്ട് കറി വെച്ചു. എന്നിട്ടും ഇന്ന് അതിൻ്റെ ഒരു തീരുമാനം കണ്ടെത്തി ഞാൻ. അവസാനം അതിനെ ഒരേഴെട്ടെണ്ണം എടുത്ത് നല്ലതുപോലെ കറ ചെത്തി നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ ചിപ്സ് അരിയുന്ന മിഷ്യൻ വെച്ച് നല്ല നൈസായിട്ട് അങ്ങോട്ട് അരിഞ്ഞു. എന്നിട്ട് അതിൻ്റെ കുരു ഒന്നും കളഞ്ഞില്ല, കുരുവും തൊലിയും ഒന്നും കളഞ്ഞില്ല. എന്നിട്ട് എല്ലാം കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചു. എന്നിട്ട് നമ്മൾ അത് ഉണക്കാൻ വേണ്ടി നിരത്തി അങ്ങോട്ട് ഇട്ടു. നല്ല വെയിലുണ്ടെങ്കിലും മഴക്കോളും ഉണ്ട്. അപ്പോൾ ഞാനും അതിൻ്റെ കൂടെ ഉണങ്ങാൻ വേണ്ടി സൈഡിലോട്ട് മാറി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ ഉണക്കായിട്ടിരിക്കുന്നത് ഓമയ്ക്ക